അന്വേഷണമല്ലല്ലേ കസ്റ്റഡിയിൽ വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ജാമ്യം കിട്ടുമോ എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം വേണമെങ്കിൽ അദ്ദേഹത്തിന് പുറത്തു വന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം വളരെ സ്വാധീന ശക്തിയുള്ള ആളാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, കേരളത്തിലെ പോലീസ് അത്ര മോശം പോലീസൊന്നുമല്ല. കേരളത്തിലെ പോലീസ് ദിലീപിനെ പോലൊരാളെ, ഞാനും ദിലീപ് ഇതിനകത്ത് കുറ്റവാളിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. നമുക്ക് മുമ്പിൽ കിട്ടുന്ന വിവരങ്ങളെല്ലാം അദ്ദേഹം പ്രതിയാണോ അല്ലെങ്കിൽ കുറ്റം ചെയ്ത ആളാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. പക്ഷേ ദിലീപിനെ പോലൊരു വ്യക്തി, വളരെ സ്വാധീനമുള്ള ഒരാൾ, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരാൾ, ഒരു ജനനായകനായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ കേരള പോലീസ് കൃത്യമായ തെളിവുകളില്ലാതെ, കാരണം അത് വളരെ തിരിച്ചടിച്ചാൽ അത് പോലീസിന് മാത്രമല്ല ഗവൺമെൻറ്റിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്, ഗവൺമെൻറ്റിന് വല്ലാതെ ബാധിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കൃത്യമായ തെളിവുകളില്ലാതെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ വേണു ചോദിച്ച കാര്യങ്ങൾ, അപ്പം പൾസർ സുനിയെ അറിയില്ല എന്ന് ദിലീപിന് പറയുന്നതിൽ ഉറച്ചു നിൽക്കാം, അദ്ദേഹത്തിന് സഹകരിക്കാതിരിക്കാം. അതൊരു പോലീസിൻ്റെ ഒരു വീഴ്ചയായിട്ടോ അല്ലെങ്കിൽ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണെന്നോ എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. പോലീസ് റൈറ്റ് ട്രാക്കിലൂടെയാണ് പോകുന്നതാണ് എൻ്റെ വിചാരം. പക്ഷേ ഇപ്പം നമ്മൾ വേണു ഈ ചർച്ചയിൽ അത് വന്നാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ആസൂത്രിതമായിട്ട് ദിലീപിന് അനുകൂലമായ സോഷ്യൽ മീഡിയയിലുമൊക്കെ ആയിട്ട് ചില ന്യൂസ് പോർട്ടലുകളെ ഉപയോഗിച്ചുകൊണ്ട്, ചില വ്യാജ പ്രൊഫൈലുകൾ അല്ലെങ്കിൽ പുതുതായിട്ട് സൃഷ്ടിച്ച ചില പേജുകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തിയത്, വീട് വെച്ച് കൊടുത്തത്, ചികിത്സിക്കാൻ സഹായിച്ചത്, പഴയ സിനിമകളുടെ ക്ലിപ്പിങ്ങുകൾ, ഇങ്ങനെ പല, അല്ലെങ്കിൽ ഒരു അന്തരിച്ച ഒരു നടൻ്റെ കുടുംബത്തിന് സഹായം, കൊച്ചിൻ ഹനീഫ, അവരുടെ പഴയ ബൈറ്റുകളൊക്കെ വെച്ചുകൊണ്ട് വളരെ ആസൂത്രിതമായ ഒരു ശ്രമം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറഞ്ഞത് ഞങ്ങൾ കളി തുടങ്ങുമെന്ന് പറഞ്ഞു, പക്ഷേ ഈ കളിയാവാം. അപ്പം ഒരു ആത്മവിശ്വാസം അവരുടെ ക്യാമ്പിൽ ഒരുപക്ഷെ അത് ദിലീപ് മനസ്സിലാക്കുന്നുണ്ടാവും. അതാണ് ഈ തിരിച്ചുവരവിനെ കുറിച്ച് പറയുന്നത്. ജനങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കുറ്റവാളിയല്ല, അല്ലെങ്കിൽ ദിലീപ് കുറ്റവാളിയല്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കുന്നതിന് വളരെ ആസൂത്രിതമായിട്ട് PR ഏജൻസികളാണ് അത് ചെയ്യുന്നത്. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ആസൂത്രണം കണ്ടത്. അപ്പം ഒരു കാറ്റ് മാറി വരുന്നുണ്ടോ, ഈ ഫേസ്ബുക്കിലേക്ക് കൊണ്ട് കാറ്റ് മാറി വരുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായേക്കാം. എന്നല്ലാതെ കേസിൽ എന്തെങ്കിലും തകരാറുകളുണ്ടെന്നോ, കേസ് പൊളിഞ്ഞു പോകുന്നു, കേസിന് ഇപ്പം എല്ലാവരും പറയുമല്ലോ, ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ മറ്റ് അഡ്വക്കേറ്റ്സൊക്കെ നമ്മൾ ചർച്ചകളിൽ പറയുന്നത് കേട്ട്, ഇത്തരത്തിലുള്ള ഗൂഢാലോചന കേസ് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ സ്വാഭാവികമായിട്ടും അവരുടെ പക്കൽ കൃത്യമായ തെളിവില്ലെങ്കിൽ ഇങ്ങനെ അറസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസ് ശരിയായ വഴിയിലൂടെ പോകുന്നത് തന്നെയാണ് ശരി. ശ്രീ ലിബർട്ടി ബഷീർ, താങ്കൾക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സംഘടനയുടെ നിയമോപദേശകനായിരുന്നല്ലോ ഈ പ്രതീഷ് ചാക്കോയെ അറിയില്ല എന്നാണ് ദിലീപ് പറയുന്നത്. അത് വിശ്വസിക്കാവുന്നതാണോ? അതൊരിക്കലല്ല അങ്ങനെ വേണു. ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ ഒരു മെമ്പറല്ലേ ദിലീപ്? ദിലീപ് അവിടുത്തെ ഒരു ലീഗൽ അഡ്വൈസർ അറിയില്ല എന്ന് പറഞ്ഞാൽ ചുമ്മാ കടത്താൻ പറഞ്ഞത്, അതൊന്നും ഒരിക്കലും ഞാൻ വിശ്വസിക്കാൻ പറ്റില്ല. അത് പോലീസിന്റെ തൽക്കാലം പറഞ്ഞിട്ട് ഒഴിയാന്നല്ലാണ്ട് അത് ഇക്കാർഡില്ലല്ല, മായച്ചു പോകാൻ പറ്റുന്ന ഇക്കാർഡാണ്. എത്ര വർഷങ്ങളായിട്ട് അവിടെ എനിക്കൊന്ന് ഒരു 3 വർഷമായിട്ട് അവിടുത്തെ ലീഗൽ അഡ്വൈസറാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിപ്പോൾ നമ്മൾ മാത്രം അറിയില്ല, അവിടെ അതിനുള്ള റെക്കോർഡ് ഉണ്ടാവില്ല അവിടെ. പക്ഷേ ദിലീപ് അങ്ങനെയാണ് പറയുന്നത്. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ ജോസഫ് വാഴക്കൻ, ഇതിപ്പോൾ വേഗം ഹൈക്കോടതിയിൽ എത്തുന്ന ഉടനെ അവിടെ നിന്ന് അതിവേഗത്തിൽ ജാമ്യം കിട്ടുന്നു. ആ രൂപത്തിലല്ല ഈ ചോദ്യങ്ങൾ ഉയരുന്നത്. ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദൗർബല്യം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പ്രകടമാകുന്നുണ്ടോ എന്നാണ്. ഇപ്പോൾ പ്രതീഷ് ചാക്കോയെ വേണമെന്ന് പറയുന്നു. പ്രതീഷ് ചാക്കോയുടെ കൈവശമാണോ മെമ്മറി കാർഡ് ഉള്ളത് എങ്കിൽ അത് കണ്ടെത്തണമെന്നാണ് വിചാരിക്കുന്നത്. ഒരു അഭിഭാഷകനും അങ്ങനെ ഏതെങ്കിലും ഒരു കക്ഷി അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോയി പോലീസിന് കൊടുക്കുന്ന പതിവില്ല. അപ്പോൾ ചോദിക്കും, ഈ അങ്കമാലിയിൽ ഈ പൾസർ സുനി ആദ്യം പോയി കണ്ട അഭിഭാഷകൻ അങ്ങനെ ചെയ്തില്ലേ എന്ന്. അത് ഒരു അപൂർവമായ അഭിഭാഷകനായിരിക്കാനാണ് വഴി. മാത്രമല്ല അദ്ദേഹം അത് കൊണ്ടുപോയി അങ്കമാലിയിലെ കോടതിയിലാണ് കൊണ്ടുപോയി ഏൽപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതി അത് സീസ് ചെയ്ത് വെക്കുകയാണ്. ആ കോടതി നടപടി ശരിയാണോ എന്ന് അഡ്വക്കേറ്റ് ആഷി പറയട്ടെ. കാരണം കോടതി ഇത്തരം കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ച് അന്വേഷണത്തിൻ്റെ ഭാഗമാകേണ്ട ഒരു സംവിധാനമല്ല. കോടതി എപ്പോൾ എടുക്കേണ്ട ശരിയായൊരു നിലപാടെന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന് അത് കൈമാറുക എന്നതാവണം. അതായിരിക്കണം നമ്മുടെ ഒരു വിശ്വാസം. അതാണ് അതിൻ്റെ ഒരു ശരി. അങ്ങനെ പോകണം. ഇനി ഒരു കോടതിയുടെ തീരുമാനമാണല്ലോ, അതുകൊണ്ട് നമുക്കത് ഏത് രൂപത്തിലാണ് എന്നത് നിയമവിദഗ്ധനായ അഭിഭാഷകൻ തന്നെ പറയട്ടെ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ പ്രതീഷ് ചാക്കോയിൽ നിന്ന് കിട്ടും എന്ന് കരുതുകയാണ് ഒരു വശത്ത് പോലീസ്. അങ്ങനെ കിട്ടണമെന്ന് എന്ത് നിർബന്ധിത സാഹചര്യമാണുള്ളത്? തൊഴിൽപരമായ എന്തായാലും ഒരു സാഹചര്യമില്ല. റെയ്ഡൊക്കെ നടത്തി ഉള്ള അഭ്യാസം നാം കണ്ടതാണ്. പിന്നെ മറ്റൊന്ന് അപ്പുണ്ണിയെ വേണമെന്നുള്ളതാണ്. അപ്പുണ്ണിയെ വേണമെന്ന് ഇപ്പോഴാണോ തോന്നുന്നത്? അപ്പുണ്ണി വലമുറിച്ച് പോയി കഴിഞ്ഞപ്പോഴോ? അതുപോലെ തന്നെയാണ് ഈ പ്രതീഷ് ചാക്കോയുടെ കാര്യവും കിട്ടാനായിട്ട് ഇപ്പോൾ എത്ര പ്രയാസപ്പെടുകയാണ്.
പിന്നെ നാദിർ ഷായെ വേണമെന്ന് പറയുന്നു, നാദിർ ഷായുടെ അനിയൻ പറയുന്നു എപ്പോൾ വേണമെങ്കിലും ഹാജരാക്കാമെന്ന്. ഇപ്പം ഇങ്ങനെ ഈ സെൻകുമാർ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് എത്ര പ്രതിലോമകരമാണെന്ന് പറഞ്ഞാൽ പോലും മതിയായ തയ്യാറെടുപ്പുകൾ ഇല്ലാതെ പോയതിൻ്റെ എന്തെങ്കിലും പോരായ്മ എവിടെയെങ്കിലും ദൃശ്യമാണോ? അല്ല, ഇതിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനവും കേരളത്തിലെ ജനവികാരം, മാധ്യമങ്ങൾ എല്ലാം കൂടി വളരെ സജീവമായ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതമായതാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസവും ഇത് പറഞ്ഞതാണ്. അതല്ലായിരുന്നുവെങ്കിൽ നേരത്തെ ഇവിടെ പറയുന്ന ADGPയോ അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ റൂറൽ SPയോ ഇവരൊന്നും ഇതിനകത്ത് ആ രീതിയിലുള്ള ഒരു ഗൗരവത്തോടെ ഇതൊന്നും കണ്ടിട്ടുള്ള ആളുകളല്ല. മറ്റേ ദിനേന്ദ്ര കശ്യപും അതുപോലെ തന്നെ വേറെ ഉള്ള അതുമായി ബന്ധപ്പെട്ട ശ്രീ വിജു തുടങ്ങിയ ചില പോലീസ് ഓഫീസർമാരുടെ ഭാഗത്തു നിന്നും ചില താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനകത്തെക്കുറിച്ച് കുറേ വിവരങ്ങൾ കിട്ടിയിരുന്നു എന്നാണ് നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളത്. ഏതായാലും ഇത് പോലീസ് അത്ര ഗൗരവത്തോടെ കൊണ്ടുവന്നൊരു കാര്യമല്ല. ഒരു ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അതുകൊണ്ട് ഇവരുടെ കയ്യിൽ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമുക്കിപ്പോഴും നിശ്ചയമില്ല. അതിൽ സെൻകുമാറിന്റെ റോൾ കൂടെ ഉണ്ടോ? കാരണം സെൻകുമാർ പറയുകയായിരുന്നു ഈ 13 മണിക്കൂർ ചോദ്യം ചെയ്യൽ മതിയായ തെളിവുകളില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അറസ്റ്റിലേക്ക് നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ അന്വേഷണ സംവിധാനം? അതിന് വളരെയധികം സാധ്യതയുണ്ട്. കാരണം ആ അന്വേഷണത്തിനകത്ത് സെൻകുമാർ പറഞ്ഞ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂനതയാണ്. ഇത് ഈ അന്വേഷണത്തിൻ്റെ തലവനായിട്ടുള്ള കശ്യപ് അതിനകത്ത് പങ്കെടുത്തില്ല എന്ന് പറയുന്നത് വലിയ ഒരു പോരായ്മ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കൊക്കെ അങ്ങനെ പോരായ്മ ഉണ്ടെങ്കിൽ പോലും പിന്നീട് കശ്യപ് ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണല്ലോ അറസ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിലെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാതലായ പോരായ്മ ഉണ്ടെങ്കിൽ അതിൻ്റെ തുടർച്ചയിലേക്ക് കശ്യപിന് നീങ്ങാൻ കഴിയില്ല. അത് നീങ്ങിയത് കൊണ്ട് തന്നെ നമുക്കത് അവിടെ വിടാം. അതല്ല, അതിന് ഈ പിന്നെ സെൻകുമാറിൻ്റെ ഈ വിമർശനവും അതിന് തൊട്ട് പിന്നാലെ നമ്മുടെ പുതിയ DGP ചാർജ് എടുക്കുന്നു. വളരെ പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യം പോലീസിനുണ്ടായി. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതും ദിലീപിലേക്ക് നമ്മളൊക്കെ അദ്ദേഹം പ്രതിയാക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പിക്കുന്നതും അവിടെ കാവ്യയുടെ പിന്നെ കാക്കനാട്ടെ പിന്നെ ലക്ഷയിലുള്ള പോലീസിന്റെ സെർച്ചിന് ശേഷമാണ്. പക്ഷേ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇല്ല, ശ്രീ ജോസഫ് വാഴക്കൻ കിട്ടിയിട്ടില്ല എന്നതിലേക്ക് നമുക്ക് എത്താം. കാരണം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. CCTV ദൃശ്യങ്ങളുടെ ഒരു പോരായ്മ 10 ദിവസം മാത്രമേ ഉള്ളൂ ഇതിന്റെ ബാക്കപ്പ് ഉള്ളൂ. പക്ഷെ അടുത്ത ഇവിടെ നിന്നോ കിട്ടിയെന്നൊക്കെയാണ് പിന്നീട് വന്നത്. അതാണ് അവിടെ വിവരമില്ല. അതുകൊണ്ടാണ് ഒരു റിക്കവറിയിലേക്കും ഇതുവരെ ദിലീപുമായി ബന്ധപ്പെട്ട് പോകാൻ കഴിയാത്തത്. ഒന്നും കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞത് ഒരു വശം ശരിയാണെങ്കിലും നമ്മളെല്ലാവരും ഈ കേസ് പൾസർ സുനിയയിൽ അവസാനിക്കുമെന്ന് മനസ്സിലാക്കി ഗൂഢാലോചനയ്ക്ക് വരികയില്ലെന്ന് അറിഞ്ഞതല്ലേ. പിന്നെ എങ്ങനെയാണ് ഈ കേസ് കഴിഞ്ഞ ദിവസം വേണു ചോദിച്ച വാക്ക് പിന്നെ എങ്ങനെയാണ് റീഓപ്പൺ ചെയ്തത്? അല്ലാതെ ഇത് ജനവികാരമുണ്ടായി, മാധ്യമങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് ഇടപെട്ടു, സോഷ്യൽ മീഡിയയിലൂടെ. അതെപ്പോഴാണ്? അതായത് പൾസർ സുനിയുടെ ടെലിഫോൺ സന്ദേശത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. പൾസർ സുനി സഹ തടവുകാരനോട് ജിൻസിനോട് സംസാരിക്കുന്നതിൽ വിശദാംശങ്ങൾ വരുന്നു, കത്ത് പുറത്തു വരുന്നു. അപ്പോൾ അവിടെ ഒരു റീഓപ്പണിംഗ് നടന്നിരിക്കുന്നു. ആ റീഓപ്പണിംഗ് ഉണ്ടായത് പോലീസിൻ്റെ ഭാഗത്തും തന്നെയാണല്ലോ. പിന്നീട് ആ കേസ് വീണ്ടും തുറക്കുന്നു, അതിന്റെ വിശദാംശങ്ങൾ വരുന്നു, അപ്പോൾ മാധ്യമങ്ങൾ ഇടപെട്ടു, ജനങ്ങൾ ഇടപെട്ടു. അതായത് പോലീസ് അങ്ങ് നിർബന്ധിതമായത് കൊണ്ട് മാത്രം അറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അതിനുശേഷം മാധ്യമങ്ങൾ ഇടപെടലും സോഷ്യൽ മീഡിയ ഇടപെടലൊക്കെ ഉണ്ടായി. റീ ഓപ്പണിംഗ് എന്ന് പറയുന്നത് പോലീസിന്റെ ഈ അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ആളുകളുടെ നിർദ്ദേശപ്രകാരമാണോ റീ ഓപ്പണിംഗ് എന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. ഇതിനകത്ത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിന്ന പോലീസുകാർക്ക് ഇതിനകത്ത് നിന്ന് എന്തൊക്കെയോ സൂചന കിട്ടിയിട്ടുണ്ട്. അവരുടെ ഭാഗമായിട്ട് അവരുടെ ധൈര്യത്തിൻ്റെ പേരിലാണോ ജിൻസൺ വെളിപ്പെടുത്തിയത് എന്നതിനെക്കുറിച്ചും വളരെ വ്യാപകമായ ഒരു സംശയമുണ്ട്. അതല്ലാതെ ഇതിൻ്റെ നേതൃത്വം, പോലീസിൻ്റെ നേതൃത്വം ഇതൊന്നും അന്വേഷിക്കണമെന്നോ, അവർ പൾസർ സുനിയിൽ അവസാനിപ്പിച്ച കേസാണ്, യാതൊരു സംശയവുമില്ല. പൾസർ സുനിയിൽ അവസാനിപ്പിച്ച കേസ് 3 മാസങ്ങൾക്ക് ശേഷം പുറത്തു വന്നിരിക്കുന്നു. ഈ അന്വേഷണ സംഘത്തിൽ എല്ലാവരും ഒരേ അഭിപ്രായക്കാരല്ലല്ലോ. അന്വേഷണ സംഘത്തിലുള്ള ചില ആളുകൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജിൻസനെ ഉപയോഗിച്ച് അവർ ഒരു വാർത്ത ആദ്യം പുറത്തേക്ക് വിടുകയാണ്. അത് കഴിഞ്ഞ് മാധ്യമങ്ങളൊക്കെ ഇത് ഏറ്റുപിടിക്കാൻ തുടങ്ങുകയും അമ്മയുടെ യോഗത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കൂവുകയും കൂടെ ചെയ്തു. ശരി, ഒരു നിർബന്ധ സാഹചര്യം ഉണ്ടാകുന്നതെന്നാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് രാഷി, പ്രതീഷ് ചാക്കോയിൽ നിന്ന് ഇങ്ങനെ ഒരു റിക്കവറി നടത്താൻ കഴിയുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ താങ്കളും ഒരു അഭിഭാഷകനാണ്. പല രൂപത്തിലുള്ള പ്രതികൾ നിയമ സഹായത്തിന് വേണ്ടി താങ്കളെ സമീപിക്കും, പല കാര്യങ്ങളും കൈവശം വെക്കാൻ നൽകും. അതൊക്കെ ഒരു നിർണായക ഘട്ടത്തിൽ താങ്കളെടുത്ത അന്വേഷണ സംവിധാനത്തിന് നൽകുമോ? അങ്ങനെ കൈവശം വയ്ക്കാനൊന്നും അഭിഭാഷകന് പറ്റില്ല.
ഇങ്ങനെ കേസിന്റെ നിർണായകമായ തെളിവുകൾ മുതലുകൾ വക്കീൽ ഓഫീസിൽ സൂക്ഷിക്കാനൊന്നും കഴിയില്ല. അല്ല, ഇത് വളരെ നിയമപരമായി നടക്കുന്ന ഒരു കൈമാറ്റമൊന്നും അല്ലല്ലോ അഡ്വക്കേറ്റ് രാശി. ഇതൊരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് കേസിൽ പ്രതിയാകുന്നത്. അതുകൊണ്ടാണ് കേസിൽ പ്രതിയാകേണ്ടി വരുന്നത്, പ്രതിയാകുന്ന സാഹചര്യം വരുന്നതാണ്. ഇപ്പോൾ ഒരു പ്രതി ഒരു ദിവസം രാത്രി വന്ന് 2 മൊബൈൽ ഫോണുകൾ കൈ കൊടുക്കുന്നു, പിറ്റേ ദിവസം അഭിഭാഷകൻ അത് കോടതിയിൽ ഹാജരാക്കുന്നു. അത് അഭിഭാഷകന്റെ ജോലിയാണോ? അത് അഭിഭാഷകൻ പോലീസിന് കൊടുക്കണം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് അന്വേഷിക്കുന്നത്. അല്ല, കോടതി എന്താ തിരുത്താത്തതെന്നുള്ള ആ സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട്. കോടതി അത് ശേഖരിച്ച് വെക്കുന്നത് എന്ത് കാര്യത്തിലാണെന്ന് മനസ്സിലായില്ല. പക്ഷേ ജാമ്യാപേക്ഷയോ മറ്റു കാര്യങ്ങളോ വരുമ്പോൾ അതിലെ പ്രതിഭാഗം വാദങ്ങളെ സ്വാധീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള രേഖകളും മറ്റൊക്കെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷെ അന്വേഷണ മധ്യേ ഒരു തൊണ്ടി മുതൽ പോലീസിൽ ഹാജരാക്കിയിട്ട് എനിക്ക് ഹാജരാക്കാനുള്ള മുതലുകൾ മുഴുവൻ ഞാനിവിടെ ഹാജരാക്കിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യരുതെന്നൊന്നും വാദം വയ്ക്കാനൊന്നും കഴിയില്ല. ഇനി കോടതിയിൽ അത് സ്വീകരിച്ചാൽ തന്നെ അതേസമയം അത് പോലീസിന് കൈമാറേണ്ടതാണ്. പോലീസാണ് അത് വെരിഫൈ ചെയ്യേണ്ടത്. ഇത് ഒറിജിനൽ ആണ് എന്നുള്ളത് നമുക്കെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? പിന്നീട് പോലീസ് സമീപിക്കുന്നു, അത് കിട്ടുന്നു, ഫോറൻസിക് ലാബിൽ അയക്കുന്നു, അത് സ്ഥിരീകരിക്കുന്നു, തിരിച്ച് കോടതിയെ ഏൽപ്പിക്കുന്നു. അതൊരു തെളിവ് എന്ന നിലയിൽ ഇപ്പോൾ കോടതിയിലുണ്ട് താനും. അത് ശരിയാണ്. ഞാൻ പറഞ്ഞതിന്റെ ആദ്യഘട്ടത്തിലെ ഒരു നടപടിക്രമത്തിലെ അസാധാരണത്വമാണ്. പക്ഷെ ശ്രീ ആഷി, ഇപ്പൊ പ്രതീഷ് ചാക്കോയെ പിടികൂടുന്നു. ശരി, ശ്രീ ആഷി, പ്രതീഷ് ചാക്കോയെ പിടികൂടിയത് കണ്ടെത്താൻ കഴിയുമെന്ന് പോലീസ് വിശ്വാസം പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഈ പോലീസ് പറയുന്നത് ഇതിനോടകം തന്നെ ദിലീപിന് ദൃശ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അടുത്ത വാചകത്തിൽ പറയുകയാണ് പ്രതീഷ് ചാക്കോ ഇത് നൽകിയെന്ന് സംശയിക്കുന്നതുകൊണ്ട് പ്രതീഷ് ചാക്കോയോട് ചോദ്യം ചെയ്യുകയും ദിലീപിനെയും കൂടെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്താൽ വിവരങ്ങൾ കിട്ടുമെന്ന്. ഇങ്ങനെ പ്രകടമാകുന്ന പരസ്പര വൈരുദ്ധ്യം എന്തുകൊണ്ട്? അതെ, ഇവിടെ ഒരു സംശയമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന നടൻ ഈ കേസിൽ പ്രതിയാണെന്നോ ഈ കുറ്റം ചെയ്തു എന്നോ ഞാൻ പറയുന്നില്ല, നമ്മൾക്ക് അങ്ങനെ അനുമാനിക്കാനും കഴിയില്ല. പക്ഷേ അദ്ദേഹം ഒരു പോലീസ് കേസിൽ പ്രതിയാണ്, അദ്ദേഹത്തെ പ്രതി ചേർത്തിരിക്കുകയാണ്. ഈ അന്വേഷണം നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ ഈ പ്രതിയെ ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നതിന് അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. അപ്പോൾ അവസാന കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ വേണമെങ്കിൽ പോലീസ് ഈ അന്വേഷണം മുഴുവൻ നടത്തിയതിന് ശേഷം കിട്ടിയ വിവരം അനുസരിച്ച് ഇദ്ദേഹം ഈ കേസിൽ പ്രതിയല്ല എന്ന് വേണമെങ്കിൽ ഒഴിവാക്കി കൊടുക്കാം. ആ സാഹചര്യത്തിൽ അന്വേഷണവുമായി സഹകരിക്കുക എന്നുള്ളത് പ്രതിയുടെ ബാധ്യതയാണ്. അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നില്ല എന്ന് പോലീസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്കിൽ, അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ഈ കേസിൽ പോലീസിൽ നിന്ന് ഒളിച്ചു പിടിക്കപ്പെടേണ്ടതായിട്ടുള്ള ചില വിവരങ്ങൾ അവരുടെ കൈവശമുണ്ട് എന്നാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് പോലീസ് ഇവരെ കൊണ്ട് ചുറ്റിത്തിരിയുന്നത്. അങ്ങനെയെങ്കിൽ ശ്രീ ആഷി, കഴിഞ്ഞ ദിവസം ദിലീപിന്റെ സഹോദരൻ പറഞ്ഞത് ഞങ്ങൾ തിരിച്ചു കളിക്കാൻ തുടങ്ങുകയാണ് എന്ന്. ആ തിരിച്ചു കളിയിലെ ഒരു നിർണായക ചുവടുവയ്പ്പാണോ അപ്പുണ്ണി ഇപ്പോൾ മിസ്സിംഗ് ആണ് എന്നത്? എന്ന് വെച്ചാൽ ദിലീപുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് അപ്പുണ്ണി ഒരു പ്രധാനപ്പെട്ട നീക്കം നടത്തിയിട്ടുണ്ട്. അത് ഈ വിഷ്ണു എന്ന് പറയുന്ന മറ്റൊരു പ്രതിയുമായുള്ള കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ചയിലാണ് ഒത്തുതീർപ്പിൻ്റെ ആലോചനകൾ നടക്കുന്നത്. അപ്പോൾ അത് ദിലീപിലേക്ക് കണ്ണി ചേർക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പുണ്ണി പക്ഷേ ഇപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഈ പോലീസിന് സാഹചര്യ തെളിവുകളേ ഉള്ളൂ, മറ്റ് കണ്ണികൾ പൂരിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന ബോധ്യം പ്രതിഭാഗത്തുള്ളത് കൊണ്ട് അവരും ചടുലമായ നീക്കങ്ങളിലേക്ക് പോകുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ആ നീക്കങ്ങളിലേക്ക് അവർ പോകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തികൾക്ക് ഇതുമായി ബന്ധമുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെടുകയല്ലേ, പോലീസിന്റെ നിഗമനം ശരിയാണെന്ന് വ്യക്തമാക്കുകയല്ലേ ചെയ്യുന്നത്. നേരെ തിരിച്ച് പിടികൊടുത്ത് പ്രതിയാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇനിയിപ്പോൾ അവർക്ക് ആലോചിക്കാമല്ലോ. നിർബന്ധിത സാഹചര്യമാണ്, എല്ലാവരെയും പിടിച്ച് പ്രതിയാക്കുകയാണ്, എന്തിനങ്ങനെ പോയി നിൽക്കണം? അങ്ങനെയും ആലോചിക്കാമല്ലോ. ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല, ഒരു ചേതോ വികാരം അങ്ങനെ ഉണ്ടാകാം എന്നൊരു സാധ്യത പറയുകയാണ്. അല്ല, അത് അങ്ങനെ ഉണ്ടാകാം. ഇപ്പോൾ വെറുതെ പോലീസ് ഒരു കേസിൽ പ്രതിയാക്കപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരും ചെന്ന് പിടികൊടുക്കാനൊന്നും പോകുന്നില്ല. അത് യാഥാർത്ഥ്യം, ഒരു സംശയമൊന്നുമില്ല. പിന്നെ മുൻകൂർ ജാമ്യം മറ്റ് സാഹചര്യങ്ങളൊക്കെ തേടാൻ അവർക്ക് അവകാശമുണ്ട്, നിയമപരമായി തന്നെ അവകാശമുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഒരു പ്രതിയെ മാറ്റി നിർത്തിക്കൊണ്ട്, ഒരു പ്രതിയായി സംശയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനൊന്നും കഴിയില്ല. നമുക്കറിയാം, ജിഷ മർഡർ കേസിൽ അതിലെ പ്രതിയെ ഇന്ത്യ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനൊക്കെ ശേഷിയുള്ള പോലീസ് തന്നെയാണ് ഇവിടെയുള്ളത്. അവർക്കത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരത് ചെയ്യും.
പോലീസിനകത്ത് അഴിമതിക്കാർ പലതും ചെയ്യുന്നുണ്ടാവും. അതൊക്കെയാണ് ഇവിടുത്തെ നടപ്പ് രീതികളെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രം ശരി, മതി. നമുക്ക് ഈ അല്ലാതെ പോലീസിന്റെ പോലീസിന്റെ പ്രാഗൽഭ്യമോടെ നിൽക്കട്ടെ, നല്ല കാര്യം. പക്ഷേ ഇവിടെ നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സൂക്ഷ്മാർത്ഥത്തിൽ ചില പിഴവുകളുണ്ടോ എന്നതാണ്. ആ കാര്യത്തിൽ നമുക്ക് പോലീസിനെ തന്നെയാണ്, പോലീസിന്റെ നീക്കങ്ങൾ പരിശോധിച്ചുകൊണ്ട് അവരെത്രമാത്രം അതിൽ വിജയിച്ചു എന്ന് വിലയിരുത്തേണ്ടത്. ഒറ്റ കാര്യം, അപ്പുണ്ണിയെ ഈ ഏറ്റവും ഒടുവിൽ ഇപ്പൊ ഞങ്ങൾക്ക് വേണം